ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലുള്ള ദിവസം കേട്ടോ. അപ്പം ഇന്ന് ചിക്കനോ അല്ലെങ്കിൽ മീനോ മേടിക്കാമെന്ന് വിചാരിച്ചാൽ ജംഗ്ഷൻ വരെ പോവായിരുന്നു. അങ്ങനെ മീൻ കിട്ടിയില്ല, ചിക്കനാണ് കിട്ടിയത്. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ച് ഞാൻ നേരെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ നിന്ന് വഴറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ വറക്കാനുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ഗരം മസാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ അതിനകത്ത് പിടിക്കുള്ളൂ. അപ്പോൾ അതങ്ങ് ഞാൻ എടുത്തങ്ങ് വറുത്തു. അത് കഴിഞ്ഞ് അപ്പുറത്തേനകത്ത് ഞാൻ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കണം, എന്തായാലും സമയം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം റെഡി ആയതേ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മോര് അതൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട്. ഒരാൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുടിക്കൂല. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആയപ്പോൾ കട്ടൻ ചായ ഇട്ട് കുടിച്ചു കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും അത് നമ്മ വരുമ്പം വേറൊരു ചായ കൂടി ഉണ്ട്. അപ്പോൾ നേരെ കട്ടൻ ചായ അവന് കൊണ്ട് കൊടുത്തു കേട്ടോ. അതേപോലെ ഞാനും കട്ടൻ ചായയും ഒരു 3-4 ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കുളിച്ച് ചെടി നനയ്ക്കാമെന്ന് വിചാരിച്ച് ചെടി ഞാൻ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നും പറയുന്നില്ല. നമ്മൾ മണപ്പുറം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റോസാപ്പൂ, ജമന്തി, കുറേ അല്ലറ ചില്ലറ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ. അങ്ങനെ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഒരു 8 മണി 9 മണി ആയപ്പോഴത്തേനും വീണ്ടും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം ഈ ചോറ് കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട എനിക്ക് മാത്രമല്ല, അവനും കൂടെ ആട്ടോ. അപ്പോൾ അവൻ എന്തോ സീരിയസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും കൂടെ വാരിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി കഴിയുമല്ലോ. അത് കഴിഞ്ഞ് അവന് മെഡിസിൻ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മെഡിസിനൊക്കെ കൊടുത്ത്, മെഡിസിൻ കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്നിട്ടും കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴുകി വെച്ച് നല്ല അടുക്കള എന്തായാലും നമ്മൾ വൃത്തിയാക്കിയിടണമല്ലോ. അങ്ങനെ നേരെ കയറി സ്റ്റൗവൊക്കെ കൊടുത്തു. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പം സ്റ്റൗവൊക്കെ തുടച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നാളത്തേക്ക് ഇലയട ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ വാഴയില വെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ നേരെ റൂമിലേക്ക് പോയിട്ടു. അങ്ങനെ എങ്ങനെയെങ്കിലും കിടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് റൂമിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല ചൂടാണ്. അപ്പോൾ AC ഇട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബായ്.